18ാം ലോക്സഭയിൽ പാർലമെൻറ്റിൽ കത്തിക്കേറുന്ന ഒരു പ്രസംഗം മഹുവ മൊയ്ത്ര നടത്തി. BJPയെ സ്തബ്ധമാക്കുന്ന അല്ലെങ്കിൽ അവരുടെ ആത്മവീര്യം തല്ലിക്കെടുത്തുന്ന രീതിയിൽ മഹുവ മൊയ്ത്ര ശരവേഗത്തിൽ ഓരോ കാര്യങ്ങളും പ്രഖ്യാപിച്ചു. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ 6 കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് മഹുവ മൊയ്ത്ര അതിലെ കാപട്യം തുറന്നു കാണിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കൂട്ടരും എഴുതി തയ്യാറാക്കിയ ഈ സ്ക്രിപ്റ്റ് വായിച്ച് രാഷ്ട്രപതിയെ വിഡ്ഢിയാക്കുകയായിരുന്നോ നിങ്ങൾ ചെയ്തത് എന്നത് ഈ സഭയിൽ തന്നെ പറയേണ്ട ഉത്തരവാദിത്തമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് മഹുവ മൊയ്ത്ര തുടങ്ങിയത് തന്നെ. ഒരു കാര്യം കൂടി പറഞ്ഞു, നിങ്ങൾ എന്നെ പുറത്താക്കാൻ കാണിച്ച വ്യഗ്രത. കൃഷ്ണനഗറിൽ വന്ന് ക്യാമ്പയിൻ ചെയ്ത പ്രധാനമന്ത്രി ഒടുവിൽ കഷ്ടിച്ചാണ് ജയിച്ചത്. നിങ്ങൾ കൃത്യമായും ടാർഗറ്റ് ചെയ്ത് പലരെയും പരാജയപ്പെടുത്താൻ വേണ്ടി ദീർഘമായി ശ്രമം നടത്തി. ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുണ്ട് എന്ന് രാഷ്ട്രപതിയെ കൊണ്ട് നിങ്ങൾ വായിപ്പിച്ചു. യഥാർത്ഥത്തിൽ നിങ്ങൾ 32 സീറ്റ് കുറവിലാണ് ഇപ്പോഴത്തെ ലോക്സഭയിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ സീറ്റ് നില. അതായത് 63 MP-മാരാണ് കുറഞ്ഞത് 5 കൊല്ലം കൊണ്ട്. അതിൽ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് പരാജയം ഉണ്ടായിരിക്കുന്നത് ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലും ഒക്കെ തന്നെയെങ്കിലും ബംഗാളിലും അതിൻ്റെ അലയൊലികൾ ശക്തമായിരുന്നു എന്ന് മഹുവ മൊയ്ത്ര വ്യക്തമാക്കി. അതുമാത്രമല്ല, വനിതകൾക്ക് ശാക്തീകരണം, അതുമാത്രമല്ല സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി എപ്പോഴും ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ കോരിത്തെരിപ്പിക്കാൻ വേണ്ടി സ്ത്രീകളുടെ പിന്തുണയും അവരുടെ വോട്ട് കിട്ടാൻ വേണ്ടിയും ഒക്കെ നിങ്ങൾ പല രീതിയിലുള്ള നാടകങ്ങൾ കളിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ അവരെ നിങ്ങൾക്ക് ഈ വോട്ടിന് മാത്രമാണ് ആശ്രയിക്കുന്നത്. അതല്ലാതെ അവരുടെ പ്രാതിനിധ്യം ലോക്സഭയിൽ കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കുന്നില്ല. അതിൻ്റെ കണക്കുകൾ സഹിതമാണ് മഹുവ മൊയ്ത്ര എടുത്ത് പറഞ്ഞത്. മറ്റൊരു കാര്യം കൃത്യമായി പറഞ്ഞു, നിങ്ങളുടെ അജണ്ടകൾ മുഴുവനായി പൊളിഞ്ഞിരിക്കുന്നു. അതിന് ഓരോ രീതിയിലും വിശദീകരിച്ചിരിക്കുകയാണ്. കശ്മീർ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അവിടെ എന്തുകൊണ്ട് 370 റദ്ദാക്കിയതിന് ശേഷം പിന്നീട് സംസ്ഥാന പദവി കൊടുക്കാമെന്ന് പറഞ്ഞ് മോഹിപ്പിച്ച് അവിടുത്തെ ജനങ്ങളെ വല്ലാതെ വിഷമിപ്പിച്ചു. അതിന് അങ്ങനെ വന്നപ്പോൾ പ്രാദേശികപരമായി കശ്മീർ മേഖലയിലുള്ളവർ BJPക്ക് പ്രതികൂലമായാണ് നിന്നത്. അതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് മഹുവ മൊയ്ത്ര എടുത്തു പറഞ്ഞത് എന്നുള്ളത് ശ്രദ്ധേയമായിരുന്നു. ലോക്സഭയിലെ തീപ്പൊരി നേതാവായിട്ടുള്ള മഹുവ മൊയ്ത്രയെ നമുക്കറിയാം 17ാം ലോക്സഭയുടെ അവസാന ഘട്ടത്തിൽ പാർലമെൻറ്റിൽ നിന്ന് തന്നെ പുറത്താക്കുന്ന ഒരു സാഹചര്യം എടുത്തു. BJPക്കെതിരെയും അതുപോലെ തന്നെ BJP സഹായിക്കുന്ന കോർപ്പറേറ്റുകളുടെ പേര് വിളിച്ച് പറയാൻ കാണിച്ചതിനും അവരെ സഭയിൽ നിന്ന് പുറത്താക്കി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. എന്നാൽ ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൃഷ്ണനഗർ മണ്ഡലത്തിൽ നിന്നും പശ്ചിമ ബംഗാളിൽ ഭൂരിപക്ഷത്തോടുകൂടി വീണ്ടും ജയിച്ചു വന്നു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത.